വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. സർവകലാശാല യോഗത്തിന്റെ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ മിനിറ്റ്സിൽ VC കൃത്രിമം കാണിച്ചിരിക്കുന്നു എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ഉയർന്നു കേൾക്കുന്നത്. ആ വാർത്ത ഇങ്ങനെയാണ്: കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ 2 മിനിറ്റ്സ് VC ഒപ്പിട്ട മിനിറ്റ്സും സിൻഡിക്കേറ്റ് യോഗത്തിലെ മിനിറ്റ്സും പരസ്പര വിരുദ്ധം. VC ഒപ്പിട്ട മിനിറ്റ്സിൽ അനിൽകുമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടതായി പരാമർശം. യോഗത്തിൽ തയ്യാറാക്കിയ മിനിറ്റ്സ് VC തിരുത്തിയെന്ന് ഇടതംഗങ്ങൾ. 2 മിനിറ്റ്സിന്റെയും പകർപ്പ് കൈരളി ന്യൂസിന് ലഭിച്ചു. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, വളരെ ഗുരുതരമായ ഗൗരവതരമായ ആക്ഷേപമാണ് ഇപ്പോൾ കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമ്മലിനെതിരെ ഉയർന്നിരിക്കുന്നത്. സിൻഡിക്കേറ്റ് യോഗത്തിന്റെ മിനിറ്റ്സിൽ VC കൃത്രിമം കാണിച്ചു എന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപിച്ചിരിക്കുന്നത്. സിൻഡിക്കേറ്റ് യോഗത്തിന്റെ മിനിറ്റ്സും ഒപ്പം തന്നെ VC ഒപ്പിട്ട മിനിറ്റ്സും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ് ഷീജ? തീർച്ചയായും മനു, ഏതായാലും കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് യോഗം നമുക്കറിയാം. കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് പോലും 2 മാസത്തിന് ശേഷമായിരുന്നു. കാലാവധി കഴിഞ്ഞ് 2 മാസത്തിന് ശേഷമായിരുന്നു ചേർന്നത് പോലും. പക്ഷെ അപ്പോൾ ചേർന്നതിന് ശേഷം ഉച്ചയോടുകൂടി സിൻഡിക്കേറ്റ് യോഗം നിങ്ങൾ തുടർന്നോളൂ എന്ന് പറഞ്ഞ് VC അവിടെ നിന്നും ഇറങ്ങുകയായിരുന്നു. അതിനുശേഷം സിൻഡിക്കേറ്റ് യോഗം പൂർത്തിയാക്കി സിൻഡിക്കേറ്റിന്റെ മിനിറ്റ്സ് തയ്യാറാക്കി VCക്ക് അയച്ചാൽ മതി, താൻ ഒപ്പിട്ട് നൽകിക്കോളാം എന്ന് അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ മിനിറ്റ്സ് തയ്യാറാക്കി അദ്ദേഹത്തിന് അയച്ചതിന് ശേഷം പക്ഷെ അദ്ദേഹം ഒപ്പിട്ട് പുറത്തിറങ്ങിയ മിനിറ്റ്സ് അത് സിൻഡിക്കേറ്റ് യോഗം തയ്യാറാക്കിയ മിനിറ്റ്സ് ആയിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ ഏറ്റവും ഗൗരവകരമാകുന്നത്. അപ്പോൾ ഇനി VC മിനിറ്റ്സ് തിരുത്തിയോ എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇനി ഇതിൽ രണ്ടിലുമുള്ള വ്യത്യാസം എന്ത് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കാം. VC ഒപ്പിട്ട മിനിറ്റ്സിലാകട്ടെ നിലവിലുള്ള രജിസ്ട്രാർ KS അനിൽകുമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടതായിട്ടുള്ള ഒരു പരാമർശമാണ് അതിൽ ഉള്ളത്. അതിൽ പറയുന്നത് സസ്പെൻഷൻ മൂലം രജിസ്ട്രാർ ചുമതല കൈമാറി എന്നാണ് ആ പരാമർശം പറയുന്നത്. യോഗം തയ്യാറാക്കിയ മിനിറ്റ്സിൽ പക്ഷേ സസ്പെൻഷനെ കുറിച്ചുള്ള ഒരു തരത്തിലുള്ള പരാമർശവും ഇല്ല. അതിന്റെ രണ്ടിന്റെയും പകർപ്പാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതിനാൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്ന് മിനിറ്റ്സിൽ കൃത്യമായ രീതിയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യോഗം തയ്യാറാക്കിയ മിനിറ്റ്സ് VC തിരുത്തി എന്നുള്ളതാണ് ഇടത് അംഗങ്ങൾ ആരോപിക്കുന്നത്. അത് സാധൂകരിക്കുന്ന തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2 മിനിറ്റ്സും നോക്കുമ്പോൾ നമുക്ക് അക്കാര്യം മനസ്സിലാകുന്നതായിരിക്കും. VC ഒപ്പിട്ട മിനിറ്റ്സിൽ അതിൽ കൃത്യമായ രീതിയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട അനിൽകുമാർ എന്നുള്ള കാര്യം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം സിൻഡിക്കേറ്റ് യോഗം തയ്യാറാക്കിയ മിനിറ്റ്സിൽ അങ്ങനെയല്ല പറയുന്നത്. അനിൽകുമാറിന്റെ വിഷയം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നത് കൊണ്ട് അത് പരിഗണിക്കുന്നില്ല എന്നുള്ള കാര്യം, ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നു. ഏതായാലും ഗുരുതരമായിട്ടുള്ളൊരു ക്രമക്കേട് തന്നെയാണ്. തീർച്ചയായും ഈ മിനിറ്റ്സ് തിരുത്തി എന്നതിനപ്പുറത്തേക്ക് മിനിറ്റ്സിൽ കൃത്രിമം കാണിച്ചിരിക്കുന്നു എന്ന് നമുക്ക് അതിൽ പറയേണ്ടി വരും. കാരണം ഇവിടെ നിന്ന് പോയ ഈ സിൻഡിക്കേറ്റ് യോഗത്തിന് ശേഷം VCക്ക് അയച്ച മിനിറ്റ്സിൽ രജിസ്ട്രാറായ ഡോക്ടർ KS അനിൽകുമാറിനെ കുറിച്ചുള്ള പരാമർശമേ ഇല്ല. ഇന്നലെ അത് വാർത്ത വന്നതാണ്. കാരണം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായതുകൊണ്ട് അത് ചർച്ച ചെയ്യേണ്ട എന്ന വാർത്ത ഇന്നലെ നമ്മുടെ മുൻപിലുണ്ടായിരുന്നു. എന്നാൽ VC ഒപ്പിട്ട മിനിറ്റ്സ് വരുമ്പോൾ ഇവിടെ നിന്ന് പറയാത്തൊരു പരാമർശം അതിൽ ചേർത്തിരിക്കുകയാണ്. അതിൽ കൃത്രിമം കാണിച്ചു എന്ന് പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ. തീർച്ചയായും മനു, അത് തന്നെയാണ് ഇത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നതും. വലിയ തോതിലുള്ള ഒരു കൃത്രിമമാണ് VCയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ മിനിറ്റ്സിൽ ഇത്തരത്തിലുള്ളൊരു മാറ്റം വരുത്തിയതിലൂടെ നടത്തിയിരിക്കുന്നത്. അത് വലിയ ക്രമക്കേട് തന്നെയാണ്. അത്തരത്തിലുള്ളൊരു നീക്കത്തിന് എങ്ങനെ VC മുതിർന്നു? അതായത് സിൻഡിക്കേറ്റിന്റെ മിനിറ്റ്സ് എന്ന് പറയുന്നത് അത്രത്തോളം നിർണായകമായിട്ടുള്ള മിനിറ്റ്സ് ആണ്. ആ മിനിറ്റ്സിൽ ഒപ്പുവെക്കുക മാത്രമാണ് VC ചെയ്യേണ്ടത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ മിനിറ്റ്സ് തിരുത്തുന്ന നടപടി കൂടി VCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. സിൻഡിക്കേറ്റ് ചർച്ച ചെയ്യാത്ത, സിൻഡിക്കേറ്റ് പരാമർശിക്കാത്ത കാര്യങ്ങളാണ് ഈ VC തയ്യാറാക്കിയ മിനിറ്റ്സിൽ പറയുന്നത്. അത് ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് അവർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് ആലോചിക്കുന്നത്. ശരി, ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വളരെ ഗൗരവതരമായ ഒരു ആക്ഷേപം കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമ്മലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നു. സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിന്റെ മിനിറ്റ്സ് VC തിരുത്തി അല്ലെങ്കിൽ കൃത്രിമം കാണിച്ചു എന്ന ആക്ഷേപമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് ഒപ്പിടാൻ വേണ്ടി VCക്ക് അയച്ച മിനിറ്റ്സിൽ ഡോക്ടർ KS അനിൽകുമാറിനെ കുറിച്ച് പരാമർശമേ ഇല്ലായിരുന്നു. കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അത് ചർച്ച ചെയ്യേണ്ട എന്നായിരുന്നു സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. എന്നാൽ VC ഒപ്പിട്ട് സിൻഡിക്കേറ്റിലേക്ക് തിരികെ എത്തിയ മിനിറ്റ്സിൽ
മിനിറ്റ്സിൽ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ കുറിച്ചുള്ള പരാമർശം വന്നിരിക്കുന്നു എന്നതാണ്. അതായത് സിൻഡിക്കേറ്റിന് അനുവാദമില്ലാതെ അവിടെ നടക്കാത്തൊരു കാര്യം എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു. അത് ആരുടെ സൗകര്യത്തിന് അല്ലെങ്കിൽ ആരുടെ സമ്മതത്തോടെ ആരുടെ അറിവോടെ എഴുതി ചേർത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വി സിയുടെ ഓഫീസിലേക്ക് പോയ മിനിറ്റ്സിലാണ് ആ തിരുത്തൽ വന്നിരിക്കുന്നത്, കൃത്രിമം നടന്നിരിക്കുന്നത്. വി സിക്ക് അറിവുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉയർന്നത്. അങ്ങനെ ഒരു ആക്ഷേപമാണ് ഇപ്പോൾ കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹനൻ കുന്നുമ്മലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. ഒരുപക്ഷേ നമ്മുടെ സർവകലാശാലകളുടെ ചരിത്രത്തിൽ ഇതുവരെ മറ്റൊരു വി സിയും കേൾക്കാത്ത ഏറ്റവും ഗുരുതരമായ ഒരു ആക്ഷേപം ഇപ്പോൾ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നു. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.